ശുഭ്മാൻ ഗില്ല് വീണ്ടും ഇന്ത്യൻ T20 ടീമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം ശുഭ്മാൻ ഗില്ലിൻ്റെ കൂടെ ഇന്ത്യൻ ടീമിന് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് യശസ്വി ജയ്സ്വാളാണ് കേട്ടോ. ICC T20 ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരങ്ങളുടെ മത്സരക്രമങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. നിലവിൽ ചാമ്പ്യന്മാരും ആതിഥേയരുമായ ഇന്ത്യ അടക്കം പ്രധാന പല ടീമുകളും സന്നാഹ മത്സരത്തിന് ശേഷമാണ് ലോകകപ്പിനായിട്ട് കച്ചമുറുക്കാനായിട്ട് പോകുന്നത്. അടുത്ത മാസം 2 മുതലാണ് 6 വരെയാണ് കേട്ടോ സന്നാഹ മത്സരത്തിൻ്റെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ മത്സരങ്ങൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫെബ്രുവരി 4-നാണ് ഇന്ത്യയുടെ മെയിൻ ടീമിന് മത്സരം വരുന്നത്. കരുത്തരായിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ്റെ കൂടെയാണ് കേട്ടോ കളി വരുന്നത്. 2024 കഴിഞ്ഞ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളാണ് 2 ടീമുകളും. അതിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിച്ച് കപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യൻ എ ടീമിനും മത്സരങ്ങൾ വരുന്നുണ്ട് കേട്ടോ. 2 മത്സരങ്ങളാണ് സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ എ ടീം കളിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് 2-ാം തീയതി വന്നിട്ട് മുംബൈയിൽ വെച്ചിട്ട് തന്നെ അമേരിക്കയുമായിട്ടാണ് കേട്ടോ ഇന്ത്യൻ എ ടീമിന് കളി വരുന്നത്. അതിനുശേഷം നെമീബിയുമായിട്ട് കളി വരുന്നുണ്ട്. അത് ബാംഗ്ലൂരിൽ വെച്ചിട്ട് 6-ാം തീയതിയാണ് കേട്ടോ കളി വരുന്നത്. ഈ ഇന്ത്യൻ എ ടീമിലേക്കുള്ള ടീമിനെ സെലക്ട് ചെയ്തതിലാണ് ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും അതേപോലെ തന്നെ ശ്രേയസ് അയ്യരൊക്കെ കളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി ഇന്ത്യൻ എ ടീമിൻ്റെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും എന്ന് നോക്കട്ടെ. T20 കഴിഞ്ഞ വർഷത്തെ മോശം പ്രകടനം കാരണം ലോകകപ്പ് സ്ക്വാഡിൽ നിന്നും തഴയപ്പെട്ട മുൻ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മാൻ ഗില്ല് ഇന്ത്യൻ എ ടീമിൽ അവസരം ലഭിക്കണ്ട. ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് ശുഭ്മാൻ ഗില്ലാണ്. ശുഭ്മാൻ ഗില്ലിൻ്റെ കൂടെ പങ്കാളിയായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് യശസ്വി ജയ്സ്വാളാണ് കേട്ടോ. നിർഭാഗ്യം വെച്ചാൽ മാത്രം ടീമിലെത്താതെ പോയൊരു അഗ്രസീവ് പ്ലെയറാണ് കേട്ടോ യശസ്വി ജയ്സ്വാൾ. കാരണം അഭിഷേക് ശർമ്മയുടെ വരവോട് കൂടിയിട്ട് ആ ഒരു പൊസിഷൻ, ഓപ്പണിംഗ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ യശസ്വി ജയ്സ്വാളിൻ്റെ കയ്യിൽ നിന്നും പോവുമായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യൻ T20 ടീമിൻ്റെ മെയിൻ ബാറ്റ്സ്മാനായി മാറേണ്ട ഒരു പ്ലെയർ കൂടിയാണ് കേട്ടോ യശസ്വി ജയ്സ്വാൾ. ടീമിൻ്റെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കാനായിട്ട് പോകുന്നത് ശ്രേയസ് അയ്യറാണ് കേട്ടോ. ശ്രേയസ് അയ്യറിന് ശേഷം ധ്രുവ് ജുറലും പിന്നെ അതേപോലെ തന്നെ രുതുരാജ് ഗെയ്ക്വാദും 4ഉം 5ഉം സ്ഥാനങ്ങളിലായിട്ട് കളിക്കും. പിന്നെ 6 മുതൽ 8 വരെയുള്ള റോളുകളിലായിട്ട് നിതീഷ് കുമാർ റെഡ്ഡി, ജിതേഷ് ശർമ്മ, കൃണാൽ പാണ്ഡ്യ എന്നിവരുണ്ടാവും. ഫിനിഷർ റോളിലായിരിക്കും കേട്ടോ ജിതേഷിന് ഇപ്രാവശ്യം കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ താഴോട്ട് ബോളേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ് അതേപോലെ തന്നെ ചഹലിനെയും ടീമിലെടുക്കും. അങ്ങനെ പ്ലേയിങ് 11 ആയിരിക്കും കേട്ടോ ഇപ്രാവശ്യത്തെ ഇന്ത്യ എ ടീമിൻ്റെ സന്നാഹ മത്സരത്തിനായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത്. എന്തായാലും എ ടീമും അതേപോലെ തന്നെ മെയിൻ ടീമും കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് ഒന്നിനൊന്നും മികച്ച ടീമുകൾ തന്നെ ആയിരിക്കും കേട്ടോ രണ്ടും.